ജനമനസ് തൊട്ടറിഞ്ഞ് ജനക്ഷേമവും സുസ്ഥിര വികസനവും സമ്മാനിച്ച് അഴിമതിക്ക് വിരാമമിട്ട് ജനകീയ സർക്കാർ 3ാം വർഷത്തിലേക്ക്. നമസ്കാരം. 2 വർഷമാകാൻ പോകുന്ന ഈ ഘട്ടത്തിൽ തികച്ചും അഭിമാനബോധത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും വിലയിരുത്തുന്നതാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി എന്നുള്ളത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പിലാക്കാത്ത കാര്യമാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഗ്രാമീണ മേഖലയിലേക്ക് വൈദ്യുതി എന്നാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. നമ്മൾ അതിനൊക്കെ എത്രയോ മുമ്പ് ഗ്രാമീണ മേഖലയിൽ വൈദ്യുതി എത്തിച്ചു. ഇനി എത്തിക്കാനില്ല. അതാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേട്ടം അതാണ്. അതുകൊണ്ട് അത് ആ നിലയെ ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് KSE ബോർഡിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ചതുപോലല്ല ഇപ്പോൾ ഈ ഗവൺമെൻറ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ എല്ലാം സേവനം ഉറപ്പ് ചെയ്യുന്ന നിലയിലാണ് ഈ ഗവൺമെൻറ് വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനം നടത്തിയത്. മന്ത്രി എന്ന നിലയിൽ ആ കാര്യത്തിൽ ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സഹായം വാങ്ങി പൊളിറ്റിക്കൽ ഇടപെടൽ ഏറ്റവും കുറഞ്ഞ കാലമാണ് ഈ കാലം എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും. അങ്ങനെയാണ് ബോർഡിനെ കാര്യക്ഷമമാക്കാനും വൈദ്യുതി കട്ട് വന്നപ്പം വലിയ വരൾച്ച വന്നപ്പോഴും ഗവൺമെൻറ്റും വൈദ്യുതി ബോർഡും തീരുമാനിച്ചു ഒരു കാരണവശാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന നിലയിൽ വൈദ്യുതി കട്ടോ ലോഡ് ഷെഡിങ്ങോ പാടില്ല എന്ന് തീരുമാനിച്ചു. അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിലാവശ്യമായ വൈദ്യുതി ദീർഘകാലവും ഹ്രസ്വകാല കരാറുകളിൽ കൂടി വാങ്ങുന്നുണ്ട്. ആവശ്യമെന്ന് വന്നാൽ ഒരു ദിവസം തന്നെ അത്യാവശ്യം വൈദ്യുതി വേണ്ടി വന്നാലും അത് വാങ്ങിയാണേലും വൈദ്യുതി കട്ട് ഒഴിവാക്കി പോവുക എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനും ബോർഡിനുമുള്ളത്. അത് നല്ല നിലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിൽ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെൻറ് നിർത്തിവെച്ചിരുന്ന ചിത്രപുരം പള്ളിവാസൽ പദ്ധതിയും 70% പണി അന്ന് പൂർത്തിയായിരുന്നു, അതില്ലാതാക്കുക ചെയ്ത്. അതും ചെങ്കളം ഓഗ്മെൻറ്റേഷൻ സ്കീമും ചാത്തൻകോട്ട് നട ഇതെല്ലാം നിർത്തിവെച്ചതാണ്. അതടക്കമുള്ള എല്ലാ പദ്ധതിയും ചെറുകിട പദ്ധതികൾ നടപ്പിലാക്കണം എന്ന കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ്റിനുള്ളത്. അതിനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിപ്പോൾ ചിന്നാറ് കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം തന്നെ തുടങ്ങി. 24 മെഗാവാട്ടിൻ്റെ വൈദ്യുതിയാണ്, ഒരു പുതിയ പദ്ധതിയാണ്. ഇനിയുള്ള ചെറുകിട പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 350 മെഗാവാട്ട് വൈദ്യുതിയിലും ഈ നിലയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും. അതാണ് ഗവൺമെൻറ്റിൻ്റെയും ബോർഡിൻ്റെയും നിലപാടതാണ്. ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കണമെന്ന അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതന്നും അതെ ഇന്നും അതെ. പക്ഷേ LDF ഗവൺമെൻറ്റിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് നടപ്പിലാകുകയില്ല. പക്ഷേ എന്നാലും ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളിത് അറിയണമല്ലോ. ജനങ്ങളറിയുകയും മാറ്റങ്ങൾ വല്ലതും വരികയാണെങ്കിൽ അപ്പം നമുക്ക് നടപ്പിലാക്കാമല്ലോ. പറയാതെ ഒരു മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴും ആ പദ്ധതി നടപ്പിലാക്കണം എന്ന അഭിപ്രായമാണ് മന്ത്രി എന്ന നിലയിൽ എനിക്കുള്ളത്. പക്ഷേ ഗവൺമെൻറ് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം ഉണ്ട്. എന്നാലും ഇത് വേണ്ടതാണ് എന്ന് പറഞ്ഞ് പോകുക എന്നുള്ളത് എനിക്ക് ഈ നാടിനോടുള്ള ഒരു കൂറിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. അത് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടന്നതാണ്. ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത്, അന്ന് ഞാൻ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയായില്ല, അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് തടസ്സപ്പെട്ട് കിടന്ന് പുനരാരംഭിക്കുകയും ഇപ്പം ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു എന്നതാണ് പ്രത്യേകത. കുറച്ച് ജോലിയും കൂടെ നടന്നാൽ അത് കമ്മീഷൻ ചെയ്യാൻ കഴിയും. അത് നിസ്സാര കാര്യമല്ല. നമുക്ക് കിട്ടേണ്ട പദ്ധതി വിഹിതം, കൂടംകുളത്തു നിന്നോ ഒക്കെ കിട്ടേണ്ട പദ്ധതി വിഹിതം നമുക്ക് സമയബന്ധിതമായി കിട്ടണമെങ്കിൽ ഈ ലൈൻ പൂർത്തിയായാലേ കഴിയൂ. അത് നമുക്ക് വളരെ പ്രയോജനകരമാണെന്നാണ് ഗവൺമെൻറ്റും ബോർഡും കരുതുന്നത്. ഒരു കാര്യമാണ്, സൗരോർജ്ജ രംഗത്ത് സോളാർ മാർഗം
ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളതും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനുള്ളതും അതുതന്നെയാണ്. അതിൻ്റെ പദ്ധതിയാണല്ലോ ഇവിടെ കാസർഗോട്ട് ഒരു 200 മെഗാവാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് 50 മെഗാവാട്ട് ആയപ്പോഴത്തേനും അത് തീർന്നു കിടക്കുക. ബാക്കിയുടെ ഭൂമി യഥാർത്ഥത്തിൽ തിരിച്ചെടുക്കേണ്ടി വന്നവിടെ പ്രശ്നം വന്നുകൊണ്ടാണ്. ഇനി അവിടെ തന്നെ ഭൂമി ഉണ്ടാകുമെങ്കിൽ അത് നോക്കണം എന്നാണ് ബോർഡ് ചിന്തിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 100 മെഗാവാട്ടിലധികം വൈദ്യുതി 100-150ഓളം മെഗാവാട്ട് വൈദ്യുതി ഇപ്പം സോളാറിൽ കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് NTPCയുമായി ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്. 19 മെഗാവാട്ടിൻ്റെ വൈദ്യുതി അവർ തരും, സോളാറാണ്. അതുകൊണ്ട് വരുന്ന 3 വർഷവും കൂടെ ഉപയോഗിച്ച് ഒരു 1000 മെഗാവാട്ട് വൈദ്യുതി സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യമാണ് ഗവൺമെൻറ്റുള്ളത്. ഇപ്പോൾ തന്നെ വിവിധ ജില്ലകളിൽ പഞ്ചായത്തുകളുടെ കെട്ടിടവും അതുപോലുള്ള സംവിധാനത്തിന് മുകളിൽ സോളാറിൻ്റെ മാർഗം സ്വീകരിച്ച് നിർമ്മാണം നടക്കുന്നുണ്ട്. ചിലത് ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്, ചിലതെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും ഞാനൊരു പദ്ധതി കൂത്താട്ടുകുളം ഏരിയയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിനിയും കൂടുതൽ ചെയ്യും. രാമക്കൽമേട്ടിലെ കുറേയധികം ഭൂമി ബോർഡിനുണ്ട്, അനർട്ടനുണ്ട്. അവിടെ ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സോളാറിൻ്റെ. അതുകൊണ്ട് വരുന്ന 3 വർഷത്തിനുള്ളിൽ 1000 മെഗാവാട്ട് വൈദ്യുതി സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കണം. അത് ഗവൺമെൻറ് കെട്ടിടങ്ങൾ, വീടുകൾ, നിർമ്മിക്കുന്ന പുതിയ വീടുകൾ, സ്വകാര്യ സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വ്യക്തികളുടെ സ്ഥാപനങ്ങൾ, വീടുകൾ, ഇതെല്ലാം ഉപയോഗിക്കാം. അതിന് അവർക്കും കൂടി ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ ആ സ്കീം നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ സ്കീമായി തന്നെ അത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത നാളിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ക്യാമ്പയിനായി ഇത് പ്രഖ്യാപിക്കണം എന്നാണ് ബോർഡ് ആലോചിക്കുന്നത്. ഇന്നും അതിൻ്റെ അവസാനവട്ടം ഇന്നും ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഭംഗിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് എല്ലാ മാർഗമുണ്ട്. വേസ്റ്റ് ഈ കിടക്കുന്ന കൃഷിയോഗ്യമല്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, കനാലുകൾ ഉപയോഗിക്കാം. ഈ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കനാലുകളുണ്ട്, അത് ഉപയോഗിക്കാം. നിലവിലുള്ള ഡാം അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കും. ബാണാസുര നഗറിൽ നമ്മളൊരു ജോലി ചെയ്തിട്ടുണ്ട്, ഒരു പ്രോജക്റ്റ്. ചിലവ് കൂടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമാണ് അത്തരം ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയത് എന്ന് അഭിമാനിക്കാവുന്ന വകയാണ്. ആ നിലയിൽ എല്ലാവിധ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ ബോർഡ് ഇപ്പം സാമ്പത്തിക ബാധ്യതയിലാണ്. പക്ഷേ ബോർഡിന് തരേണ്ട പൈസകൾ തരേണ്ട സ്ഥാപനങ്ങളുണ്ട്. വാട്ടർ അതോറിറ്റി, ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവർക്ക് വലിയ തോതിൽ പണം ബോർഡിന് തരാനുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ട് അതൊക്കെ തരാതിരിക്കും തോറും ബോർഡിൻ്റെ ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നും ഞങ്ങളിതേ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ വൈദ്യുതി പിന്നെ ഒരു കാര്യം, ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ബോർഡ് ലോൺ എടുക്കും. ആവശ്യമായ പൈസ ആവശ്യമെന്നൊന്ന് കടമെടുത്ത് വിനിയോഗിച്ച പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ്. അത് ആ മാർഗമാണ് സ്വീകരിക്കുക. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബോർഡിന് കടബാധ്യതയുണ്ട്. ഏതാണ്ട് ഒരു 7,300 കോടിയോളം രൂപയുടെ കടബാധ്യതയുണ്ട്. KSE ബോർഡിനെ സംബന്ധിച്ച് അത് വലിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഇങ്ങനെ അത് ഈ കടബാധ്യത നിലനിർത്തിക്കൊണ്ടല്ലാതെ അളവ് കുറച്ച് കൊണ്ടുവരണം എന്നാണ് ബോർഡിൻ്റെ ലക്ഷ്യമതാണ്. പക്ഷേ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ബോർഡിനെ സഹായിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അത് പ്രസരണ നഷ്ടം കുറച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് വൈദ്യുതി വിതരണ ശൃംഖല നവീകരിക്കുക എന്നുള്ളതാണ്. പ്രസരണ നഷ്ടം കുറയ്ക്കണമെങ്കിലും വൈദ്യുതി ലാഭം വരുത്തണമെങ്കിലും ചെയ്യേണ്ട ഒരു മാർഗം അതാണ്. അതിന് പരമാവധി നമുക്ക് ആ മാർഗം സ്വീകരിക്കണം. പിന്നെ കേബിൾ സമ്പ്രദായം ഏർപ്പെടുത്തണം. വലിയ ബാധ്യതകൾ വരും ഭാവിയിൽ. ആകെ കേബിളാക്കിയാൽ വലിയ ഗുണം ചെയ്യും. ഇന്നത്തെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ പോവും. പക്ഷേ അതിനെല്ലാം വലിയ ബാധ്യതകൾ വരുന്നതാണ്. ഇപ്പം ഈ കമ്പി വഴിയാണ് പോകുന്നത്. കാറ്റടിച്ചെന്നാൽ സ്വാഭാവികമായി വൈദ്യുതി പോകും. അതിൻ്റെ പരാതികൾ വരാറുണ്ട്. അതെല്ലാം സ്വാഭാവികമാണ്. അതൊന്നും വലിയ മഹാകാര്യമായി ഞാൻ കരുതുന്നില്ല. കാരണം 1,24,00,000
കൊടുങ്കാറ്റും പ്രശ്നവും ഓഖി ദുരന്തത്തിലൊക്കെ വലിയ നാശനഷ്ടം വന്നു. അതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെൻറ് പിന്നെ ബോർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ നഷ്ടമാണ് വന്നത്. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം നല്ല ഭംഗിയായി നേരിടും. ആ മാർഗത്തിലും പിന്നെ ഉള്ള പ്രവർത്തനം നടത്തും. അതുപോലെ തന്നെ പിന്നെ LED വിതരണം വലിയൊരു പ്രസ്ഥാനമായി തന്നെ തുടങ്ങണമെന്നാണ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. LED എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉപയോഗം കുറയും, വൈദ്യുതി ലാഭിക്കാൻ കഴിയും. വീടുകളും സ്ഥാപനങ്ങളും ആകെ കേരളത്തിൽ LED മാർഗം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യുതി ലാഭിക്കാനും നമുക്ക് വളരെ പ്രയോജനമുണ്ടാക്കാനും കഴിയും എന്നാണ് കരുതുന്നത്. അതിനും ബോർഡ് പ്രത്യേക പരിപാടിയും ക്യാമ്പയിനും ഒക്കെ നടത്തുന്നുണ്ട്, യോഗങ്ങൾ കൂടുന്നുണ്ട്. പിന്നെ അതാത് പ്രദേശത്ത് തന്നെ കമ്മിറ്റികൾ ഉണ്ട് ഇതിനകത്ത് ഉപഭോക്താക്കളുമായ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്. അതെ, ഇടയ്ക്ക് പിന്നെ വേറെ യോഗങ്ങൾ കൂടുന്നുണ്ട്. ഇപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തിയത് വലിയ ബഹുജനങ്ങൾക്കിടയിലൊരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെയും കൂടെ ഭാഗമായി നല്ല ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ചെയർമാനും ഉദ്യോഗസ്ഥന്മാരും മന്ത്രി എന്ന നിലയിൽ ഞാനും പല ഘട്ടങ്ങളിൽ പോയി ഇടപെടുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ ഗുണമുണ്ട്. പരമാവധി ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് ബോർഡിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കണം. അതാണ് ഗുണകരം. വൈദ്യുതി ബോർഡ് ചെയ്യുന്ന സേവനം എന്താണെന്ന് അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന നിലപാടുമാണ് ബോർഡിനുള്ളത്. ഇപ്പോൾ പുതിയ സംവിധാനമുണ്ട്. പണം അടയ്ക്കുന്നതിന് പോലും സെൽഫോണിൽ ഉപയോഗിച്ച് അടയ്ക്കാവുന്ന ആധുനിക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുക. അടുത്ത നാളിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ബില്ലടയ്ക്കുന്നതിന് പോലും സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പുതിയ ആധുനിക സംവിധാനങ്ങൾ കൂടുതൽ വികസിപ്പിച്ച് കൊണ്ടുവരിക. അത്രയും ലാഭകരമായിരിക്കും ബോർഡിൻ്റെ പ്രവർത്തനം എന്നാണ് കരുതുന്നത്. വരുന്ന മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബോർഡിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്ന സമ്പ്രദായമാണ് ബോർഡിനുള്ളത്. സാധ്യതകൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രാമക്കൽമേട്ടിൽ 22 കാറ്റാടിയുണ്ട്. രാമക്കൽമേട് തന്നെ ഞങ്ങളുടെ ബോർഡർ, ഇടുക്കിയിലെ ബോർഡർ, തമിഴ്നാടുമായുള്ള ബോർഡറിൽ കുറേ സാധ്യതയുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പം നമുക്കും ആകാം, സ്വകാര്യ മേഖലയ്ക്കും വേണേലും ആകാം. അവർക്കും നമുക്ക് തടസ്സമില്ല, അതാകാം. പാലക്കാട് ജില്ലയിൽ ചില സാധ്യതകളുണ്ട്. അങ്ങനെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ആ നിലയെ നമ്മൾ വിപുലീകരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതൊരു കാര്യം. വൻകിട കമ്പനികളൊക്കെ സ്വകാര്യ കമ്പനികളാണ്. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നിയമ നടപടികൾ സ്വീകരിക്കും. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ജപ്തി നടപടി, വൈദ്യുതി കട്ട് ചെയ്യുക, ബാക്കി നടപടികളെടുക്കും. അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ആ നിലയിൽ തന്നെ നടപടിയെടുക്കും. പിന്നെ പൊതുമേഖല ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. ഉദാഹരണത്തിന് വാട്ടർ അതോറിറ്റി പോലെയും പൊതുമേഖലാ വ്യവസായങ്ങൾ പോലെയുള്ള സ്ഥാപനമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് വരുന്നത് എന്ന് കാണാവുന്നതാണ്. അത് നമ്മൾ ചെയ്ത് കൊടുത്തല്ലോ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ 174 കോടി രൂപയോ ഇല്ലേ ബോർഡിന് മുടക്കിയിട്ടുണ്ട്. MP-മാരുടെയും MLA-മാരുടെയും ഫണ്ട് വേറെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ്. ഒരു പൈസ മുടക്കില്ലാതെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദാരിദ്ര്യരഹിത താഴെയുള്ളവർക്ക്. എന്തിന്? വൈദ്യുതി ചാർജ് പോലും അവർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഡോസൽഫാൻ ബാധിതർക്ക് സൗജന്യമായിട്ടാണ് വൈദ്യുതി കൊടുത്തിരിക്കുന്നത്. അതെ, വയറിങ്ങും സൗജന്യമായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കർമ്മപരിപാടിയിൽപ്പെടുന്ന കാര്യം തന്നെയാണ്. ആ നിലയിൽ ചെയ്യും. അതുപോലെ തന്നെ ബോർഡിൻ്റെ അനർട്ട് പോലുള്ള വേറെ സ്ഥാപനമുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ട്. ബോർഡിൻ്റെ വക തന്നെയാണ് ഹൈഡൽ ടൂറിസം. ഹൈഡൽ ടൂറിസത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് പരമാവധി ആ രംഗത്ത് ഈ ഡാമുകളിലെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തക്ക നിലയിൽ ഉള്ള പ്രവർത്തനം ഹൈഡൽ ടൂറിസം വഴി നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. ബോർഡിനോടൊപ്പമുള്ള അനന്തര സ്ഥാപനങ്ങളെല്ലാം എങ്ങനെ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാം, ജനങ്ങൾക്ക് സേവനം ചെയ്യാം, ആ നിലയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വൈദ്യുതി ചിലവ് കുറയുമല്ലോ. ഒന്ന്, ആ പഞ്ചായത്തിൽ മുഴുവൻ കൊടുക്കും. ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തിരുന്നവിടെ അതൊരു വലിയ അനുഭവമാണ്. ഇനിയിപ്പം വേറെയും പഞ്ചായത്തുകൾ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, അതുപോലെ കേരളം മുഴുവൻ അങ്ങനെ ആയെന്നാൽ വൈദ്യുതി ഒന്ന് ഉപഭോക്താക്കൾക്ക് ചിലവ് കുറയും, 2 വൈദ്യുതി ലാഭിക്കാൻ കഴിയും. അപ്പോൾ വൈദ്യുതി ഇപ്പം യഥാർത്ഥത്തിൽ ആവശ്യത്തിനില്ലല്ലോ. 30% വൈദ്യുതിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആവശ്യമുള്ളത്. ബാക്കി പുതിയതായി വിലയ്ക്ക് വാങ്ങിയാണ് നമ്മൾ ഈ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങുന്നതിൻ്റെ തന്നെ അളവ് വേണ്ടി വന്നാൽ കുറയ്ക്കാൻ കഴിയും. LED ഇപ്പം കേരളം മുഴുവൻ ആക്കാൻ പോവുക.
അങ്ങനെ ആക്കിയെന്നാൽ വലിയ മാറ്റം വരും. പീലിക്കോട് അടക്കം വേറെ പഞ്ചായത്തുകളിലും ഉണ്ട് ആ സംവിധാനം. അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വൈദ്യുതി ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതാണ് ഞാൻ ഇനി എങ്ങനെ മെച്ചപ്പെട്ട് പ്രവർത്തിക്കാം എന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ചെയ്യാവുന്ന പരമാവധി കാര്യം എൻ്റെ ഉള്ള ബുദ്ധിയും യുക്തിയും കഴിവും ഉപയോഗിച്ചും ബോർഡിലെ ആളുകളുടെ സഹായം വാങ്ങി നല്ല ഭംഗിയായി നിറവേറ്റി പോവുക. അങ്ങനെ വരുമ്പം ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ ഞാൻ മോശമല്ലാത്തൊരു പ്രവർത്തനം വൈദ്യുതി ബോർഡിൽ നടത്തി എന്ന് ഭാവിയിൽ ചരിത്രകാരന്മാർ വിലയിരുത്തട്ടെ. എനിക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്യും. ആ കാര്യത്തിൽ ഒരു അറിവ് ഞാൻ പറയാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പിണറായി വിജയൻ സഖാവ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തു, ഏറ്റെടുത്തു. സഹകരണ വകുപ്പിനോടൊപ്പം ഇത് പ്രധാന വകുപ്പായിരുന്നു. നന്നായി ഉൽപ്പാദനം നടത്തി നല്ല സംഭാവന ആ കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടാണ് പാർട്ടിയുടെ സെക്രട്ടറി ആകേണ്ടി വന്നതുകൊണ്ട് ഒഴിവായത്. അത് ചരിത്രം രേഖപ്പെടുത്തിയ കാര്യമാണ്, നിസ്സാര കാര്യമല്ല. അന്ന് മനോരമ പോലും എഴുതി, ഒന്നാം തരം വൈദ്യുതി മന്ത്രി നഷ്ടപ്പെട്ടല്ലോ എന്ന് എഴുതി. എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ അത്രയും പ്രഗത്ഭനൊന്നും അല്ലേലും എൻ്റെ ഒരു ആത്മാർത്ഥതയും ഒരു ഇനിഷ്യേറ്റീവും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കുറേ കഴിവൊക്കെ ഉണ്ട്. പൊതുപ്രവർത്തനം നടത്തിയുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ബോർഡിൽ നല്ല കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള IASകാരും അതുപോലെ തന്നെ എൻജിനീയറിങ് ഇങ്ങനെ വിവിധ തലങ്ങളിൽ വളർന്നു വന്നവർ ഒരുപാടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി അങ്ങ് പ്രവർത്തിക്കുക. ഒരു കൂട്ടുപ്രവർത്തനമല്ലേ, കൂട്ടുപ്രവർത്തനം നടത്തും. അതിന് രാഷ്ട്രീയ നേതൃത്വം, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അതിന് നേതൃത്വം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കാം എന്നാണ് എൻ്റെ അനുഭവം. അതാണ്.